എടാ കൃഷ്ണൻകുട്ടി, നിന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ ഇടഞ്ഞാടാ പൊന്നോണ. എടാ, നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്നെ ചങ്കാണ് കേട്ടാ തകരേണ്ടത്. ഒരു കൊച്ചു വൈറവൻ വലയുണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ്? ഈ കടാപ്പുറത്തെ കാളമാൻ ചക്രവർത്തിയാ. ഒന്ന് പതുക്കെ പറയാത്തറിയാട്ടാ, ആരെങ്കിലും കേട്ടാ നാറ്റ കേസാണ്. നമ്മടെ കിണ്ടി അമ്മോ, കള്ളു മുഴുവൻ മുണുങ്ങരുത് കേട്ടാ. ഒരു ഗ്ലാസ് അങ്ങനെ വെച്ചേക്കണേ. എന്റെ പൊന്നുമ കൂടുതൽ വത്സണ്ട, വയറ്റി കിടക്കണത് മതി. വെളുപ്പിന് എണീക്കാനുള്ളതാ. ചുവാർന്ന് നിന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ നിലയ്ക്ക് പോയ കുടുംബം എവിടെ ചെന്നെത്തും? വെട്ടുവഴിന്നേ കേൾക്കാൻ തുടങ്ങിയതാണല്ലേ പൂവിച്ച. വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ആ, നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം. കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല, അതിന്റെ സുനാപ്പിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി. ദേ ഈ കൊച്ചനെവിടെ നിക്കണേ, അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനേ. ചൂലേ, നീ എന്ത് പറയുന്നതല്ല. ഒന്ന് പിടിച്ചാട്ടാ ചാച്ചി, ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടത്താം. പിടിച്ചാ അങ്ങനെ. കൃഷ്ണൻകുട്ടി, ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം? ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത്? അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ടാ. നിക്കട്ടാ പോട്ടാ. പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക്. എനിക്ക് പോകാൻ തോന്നണില്ല, ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത്. പറന്നാലും കൊള്ളാം, പറന്നില്ലേലും കൊള്ളാം. ഞാൻ കാലത്ത് എഴുന്നേക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം. ലാസറായിട്ട് ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ. ശരി പെണ്ണെ, നിന്റെ ആങ്ങളയുടെ കെട്ടിയെടുക്കൊക്കെ കഴിഞ്ഞാടി? പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ്. ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ, അതൊന്നും പറയണ്ട. അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു, ഉറങ്ങാൻ വിടണ്ടേ. ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി. നമ്മുടെ കാര്യമല്ല കേട്ടാ. ഓ, അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത്? ഈ പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല. നീ കണ്ട? പിന്നെ കാണാണ്ടാണ്. അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേടി പെണ്ണെ. അത് കഴിഞ്ഞു വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല. പിന്നെ ജീവിതത്തിൽ എന്താണ് അർത്ഥം? കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇവളെന്താണ് കൊച്ചുവെളുപ്പാങ്കാലത്ത് നിന്നാടൊരു പദം പറച്ചില്? ഓ, നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി. ഔവ ഔവ, ഞാനും കേട്ടതാണ്. ആങ്ങളെ കുടിച്ച് കരള് പാട്ടണേലും അവക്കൊരു വിഷമവുമില്ല. നിന്റെ കൂമ്പ് പാടണില്ലാണ്. മതി മതി, വാ വാ. കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇത് അഹമ്മതിയാണ് കേട്ടാ. ഇന്നലെയും ചങ്കിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ടുകളയോന്ന്. അവന്മാർക്കൊക്കെ 10-22 മാർ ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേല് നോയിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ. കുഞ്ചിക്കിട്ട് 4 കൊടുത്താ പിന്നെ റമ്പറപ്പിന് നിൽക്കൂല. വഞ്ചിയുടെ മാർക്കോസേ, നീ പറഞ്ഞോണ്ടാ? ഞാനില്ല. അവന്മാരോട് കശപിശിക്കൊന്നും പോകണ്ട കേട്ടാ. എറിഞ്ഞാ പിന്നെ നുമ്മ കര കാണൂല. നെറിയേട് കണ്ടാ ചോദ്യവും പറച്ചിലൊക്കെ ആനും നിങ്ങൾക്ക് ചേർന്ന. നിന്നെപ്പോലെ നെഞ്ചുറപ്പില്ലാത്ത 2 കെട്ടന്മാരാ അവന്മാർക്ക് വളം വെച്ചു കൊടുക്കണത്. വഞ്ചി വിടടാ. എന്നാ പിന്നെ ഞാനും വരണേണ്. വരടാ. എടാ, മര്യാദക്ക് തിരിച്ചു പോണ്ട. അധികം വെള്ളത്തിലെടുത്താൽ നിന്നെ നിന്റെ ബോട്ട് ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. ഓ പിന്നെ ഉളുക്കും. കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാനുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരവും കാലവും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അപ്പ പിടിച്ചാ മതി. പോണാവില്ലേ? അപ്പം നീ മാറ്റോണ്ടേ പോകും അല്ലടാ. ഇതാരാണ്ടപ്പ? ആ, ഏതാണ്ട് വരുത്തനാണെന്ന് തോന്നുന്നു. ഒരു വീട്ട് വീട് തന്നെ. ചാവക്കാട് കടാപ്പുറത്ത്, ആയിരക്കടത്ത്. ഇതിലിപ്പോ എന്താണ് ഒരു പുതുമ? എന്ത് വേണം? ചായ നല്ല കടുപ്പത്തിൽ. കഴിക്കാൻ വല്ലതും വേണ്ട. ഇതിനു മുമ്പ് ഈ തുറയിലൊന്നും കണ്ടിട്ടില്ലല്ല. വരുത്തനാണ്. നാടെവിടെയാണ്? കണ്ടിട്ട് സംഗതി ഇച്ചിരി പരവക്കേടിലാണല്ല.
വല്ല കഞ്ചാവ് അടിച്ച് കിറങ്ങി ഇറക്കണ പാർട്ടി ആയിരിക്കും കേട്ടാ. ഒരു ജയിൽ പുള്ളിയുടെ മട്ടുണ്ട്. ജയിലിയാടി വന്നതായിരിക്കുവാ. ചാടിയതല്ല, പോകാൻ തയ്യാറായി വന്നതാണ് സെൻട്രൽ ജയിലിലേക്ക്. എന്റെ മോനെ രക്ഷിക്കില്ലേ? എന്റെ മോനെ ബാപ്പുട്ടി, ക്യാരി പോലെ തന്നെ നല്ല ഉറപ്പാണല്ല കൈക്കും കാലിനും. എടിമേരിയെ, നീ അവിടെ എന്തെടുക്കണേന്? വെള്ളം ചൂടാകാറായ? ആ, കുളിക്കാനല്ല, ഇത് കച്ച പിടിക്കാനാണ്. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണണ്ട. നീ എന്താണ് പെണ്ണ് കാണാൻ വന്ന മാതിരി ലഞ്ഞിച്ച് മാറി നിൽക്കണത്? തുണി മുച്ചൊന്നങ്ങാട് കച്ച പിടിച്ചു കൊടുക്കണ എന്റെ കൊച്ചുമേരി. ഏയ് എടിയേ, അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ. സ്വാറ തിന്നാൻ പാപ്പുട്ടിക്കുണ്ടാവും. എനിക്ക് വേണ്ട, ഉടനെ പോണം. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? സോക്കേട് മാറിയിട്ട് പോയാ മതി. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്ന്. ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവില്ല. അല്ലടി മേരിയെ? ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരുത്തനാണല്ലോ വന്നത്. ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാവറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. ഒക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകിനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാടാ ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? കുറെ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണ്ട. എന്നേലും അവനെ നമ്മുടെ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോയിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ നാസറേട്ടന്റെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. പേര് വാപ്പൂട്ടിന്നാണ്. തെക്കങ്ങാണ്ടാണ് വീട്. ആളിത്തിരി മോഷണം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? അതിന് ചോദിച്ചിട്ടെന്തെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധവും പൊക്കടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയുന്നത്? അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അതീതും പറഞ്ഞു വായിലെ നാറ്റങ്ങളെ നീ ഓടിയായിരുന്നു. എടാ ലോറൻസേ, ആ? നമ്മക്ക് പോവാ. ആ. വെളുപ്പിന് പോവാണ്ടതല്ലേ? വരട്ടെ. ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ, നീരിറക്കം കൂടും. വാ, നേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന്. വാ, ഇതെന്താണ് ഇങ്ങനെ? ദേ, ഒരു ഗ്ലാസ് വിടണ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മയൊക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. ആ, നിങ്ങൾക്ക് കള്ള് ഹറാമാണല്ല.
എന്നാലേ ഈ കടാപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയേല. വേണ്ട. ഒന്ന് വേഗം വിളമ്പടി, ഇവിടെ വിശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ആ ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് സ്പെഷ്യലി. എങ്ങനെയുണ്ട്? അല്ല, നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പുറപ്പെടും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. ആ, നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. പാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ? നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടി മേരിയെ, പായ പുറത്തിട്ടാ മതി എടിയേ. പുറത്ത് നല്ല തണുപ്പാണ്, ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു. ഇതിനിടെ ഇപ്പൊ പിന്നെയും കയറ്റിയാ? നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കൂടെ കുറച്ച് ഉറക്കം മരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം വെളിപോടെ കിടന്നതാണല്ല. എന്നിട്ടിപ്പ എന്തായി? ഒരു കുഞ്ഞിക്കാല് നീ എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്. ആ, പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ കുഴപ്പമാണെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ദേ, എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങാപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്പിക്കേഷൻ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കയ്യും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. അമ്മടെ ഹിന്ദി.